ഹായ് എവരി വൺ, ചിക്കൻ കൊണ്ടാട്ടം ഗ്രേവി ആൻഡ് കുട്ടി ദോശ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക്കും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി കുഴച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇപ്പോൾ ചിക്കൻ ഇവിടെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയെടുക്കണം. ആവശ്യത്തിന് മാത്രം അതിൽ വെച്ചതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി, ഒരു സവാളയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ കളറായി മാറി വരുമ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് ഗ്രേവി ആയതിനു ശേഷം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി. ഇത് ചോറിനോ ചപ്പാത്തിക്കോ വേണമെങ്കിൽ കഴിക്കാവുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ദോശ റെഡിയാക്കാം. അടുത്തതായി ബൺ ദോശ ഉണ്ടാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റവയും അതേ കപ്പിൽ തന്നെ 1 കപ്പ് മൈദയും 1 കപ്പ് തേങ്ങ, സെയിം കപ്പിൻ്റെ 1/2 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഒരു കൂട്ടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ മാവ് റെഡിയായി കിട്ടും. അതിനുവേണ്ടി ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വന്നാൽ ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടായി വരുമ്പോൾ ഓരോ തവി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം.
അപ്പോൾ ഇവിടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ദോശയും ചിക്കൻ കൊണ്ടാട്ടം ഗ്രേവിയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബ്.